ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഷാർജ മുവൈലയിലുള്ള തുമ്പൈ ക്ലിനിക്കിലാണ്. ഒരാഴ്ചയായി ഞാനിവിടെ ഡെയിലി വരുന്നുണ്ട്. എനിക്ക് നല്ല പനിയായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനൊന്ന് ഓക്കെ വന്നപ്പോഴാണ് മോൾക്ക് പനിയായത്. കണ്ടിന്യൂസ് പനി ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കാം, ഒബ്സർവേഷനിൽ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. റിപ്പോർട്ടുകളും റെഫറൻസ് പേപ്പറൊക്കെയായി ഞങ്ങളങ്ങനെ അജ്മാനിലെ തുമ്പൈ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെത്തി. ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എമർജൻസിയിൽ കയറി. കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുടെ ഡീറ്റെയിൽസ് എല്ലാതും ക്ലിനിക്കിൽ നിന്ന് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. എമർജൻസിയിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റൂം കിട്ടിയത്. അതും പ്രൈവറ്റ് റൂം അവൈലബിൾ ആയിരുന്നില്ല, ഷെയറിംഗ് റൂമാണ് കിട്ടിയത്. ഞങ്ങൾ കയറിയ സമയത്ത് വേറെ ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നില്ല. പേഷ്യൻറ്റിനുള്ള ഫുഡ് എല്ലാതും ഹോസ്പിറ്റലിൽ നിന്ന് അവൈലബിൾ ആണ്. മോൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് ഉണ്ട്, അത് കാരണം ഇതെല്ലാതും ഇൻഷുറൻസിൽ കവറായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഫുഡ് കോർട്ട് അവൈലബിൾ ആണ്. ബേസ്മെൻറ്റിലായിട്ട് വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ട് ഇവർക്ക്. മെഡിസിൻ എടുത്ത് കുറച്ച് മണിക്കൂറുകൾ മോൾ ആക്റ്റീവായിരിക്കും. അത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഹൈ ആകും, വീണ്ടും മെഡിസിൻ എടുക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ്ലി 4-5 ഡേയ്സ് ഹോസ്പിറ്റലിൽ ഇതുപോലെയായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നു. പനി, ചുമ, ഫ്ലൂ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും അവർക്ക് അസുഖം വന്നാലുള്ള ആ ഒരു സിറ്റുവേഷൻ അറിയാവുന്നതാണല്ലോ. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായൊരു കാര്യമാണ് ബ്ലഡ് ടെസ്റ്റിന് ബ്ലഡ് എടുക്കൽ. 2 ടൈമിലും അത്യാവശ്യം ഞങ്ങൾ ബുദ്ധിമുട്ടി. നമുക്കുള്ളൊരു കിറ്റാണ് കേട്ടോ ഇതിലുള്ളത്. അതാണ് മോളെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാംപൂ, മോയ്സ്ചറൈസർ, പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ ചെറിയ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയുണ്ട്. ഒന്ന് ആക്റ്റീവ് ആവുന്ന സമയത്താണ് കേട്ടോ മോളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികൾക്കും അവരുടേതായ ഫേവറേറ്റ് സോങ്സിൻ്റെ ലിസ്റ്റും കാർട്ടൂണിൻ്റെ ലിസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു പാട്ടിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പനി മാറി ആക്റ്റീവ് ആയതാണ് ഈ കാണുന്നത്. പേപ്പർ ഗ്ലാസ് കിട്ടാത്തതിന് പിണങ്ങിയിരുന്നതാണ് ഈ കാണുന്നത്. ഈദ് ഹോളിഡേയ്സ് മുഴുവനും തുമ്പൈ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി. ലാസ്റ്റ് ഡേ ആണെന്ന്. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഡോക്ടറിന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. അന്ന് ഈവനിങ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. ഇൻഷുറൻസ് ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് ഒരു പേയ്മെൻറ്റും ഇവിടെ കൊടുക്കേണ്ടി വന്നില്ല. എല്ലാം ഇൻഷുറൻസിൽ കവറായിട്ടുണ്ട് വിത്ത് മെഡിസിനും. ഔട്ട് പേഷ്യൻ്റ് ആയാൽ തന്നെ കോ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരാറുണ്ടായിരുന്നു. ഇൻ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ